ഹായ്. നേര് ഫൈനലി ഇറ്റ് ഹാപ്പൻ. കാര്യം നല്ല സ്ക്രിപ്റ്റുകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ ലാലേട്ടന് മാത്രം എന്തുകൊണ്ട് മോശം സ്ക്രിപ്റ്റുകളുടെ ഭാഗമാകുന്നു? അദ്ദേഹം ഒരു സേഫ് സോൺ നോക്കിയൊക്കെ നിൽക്കുകയാണെന്നുള്ള ഒത്തിരി ചോദ്യങ്ങളൊക്കെ പല ആരാധകരും പല ഇൻഫ്ലുവൻസേഴ്സും പല മാധ്യമങ്ങളിലൂടെ ഈവൻ മാധ്യമങ്ങൾ പോലും ചോദിച്ചിട്ടിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ലാലേട്ടന് ഒരു തിരിച്ചുവരവ് അത്യാവശ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ പ്രൊമോഷനിൽ തന്നെ അദ്ദേഹം അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും അദ്ദേഹത്തിൻ്റെ ഹാപ്പിനെസ് ഒരു നല്ല സിനിമയുടെ ഭാഗമായി എന്നുള്ളൊരു ഹാപ്പിനെസ് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ ജിത്തു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷനാണ് ഒരു ഐക്കോണിക് കോംബോയാണ്. കേരളം എന്നല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തേക്കും ഈ ഒരു കോമ്പിനേഷന് വലിയ ആരാധകരുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ എന്ന് പറയുമ്പോൾ ശരിക്കും ലാലേട്ടൻ്റെ ഒരു ക്വാളിറ്റി സിനിമയുടെ ഭാഗമായിട്ട് മാത്രം മാറിയാൽ മതിയായിരുന്നു. അത് മാത്രമേ ഇത്ര നാളത്തെ ആൾക്കാർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. കാര്യം ഇപ്പം നല്ല സ്ക്രിപ്റ്റുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടന് മാത്രം എന്തുകൊണ്ട് നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കുറേ ആൾക്കാർ അദ്ദേഹത്തോട് ഇഷ്ടമുള്ള ആൾക്കാർ വിമർശന രീതിയിലും ദേഷ്യത്തോടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള മറുപടികളൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് നേരിറങ്ങിയത്. നേരെന്ന് പറയുമ്പോൾ സീക്കിങ് ജസ്റ്റിസ്. അതിനകത്ത് ഇവർ പറഞ്ഞു വലിയ ടെസ്റ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. പിന്നെ ഇവരുടെ നല്ല പ്രൊമോഷനായിരുന്നു. ഈ പ്രൊമോഷൻ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലായി ഇതിനകത്ത് സംഭവത്തിൽ ഈ ടെസ്റ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് സംഭവം നമ്മൾ കണ്ടിരിക്കാവുന്ന എന്തോ സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു. പിന്നെ ഇതിൻ്റെ ട്രെയിലർ എല്ലാവരും കണ്ടതാണ്. ആ ട്രെയിലറിൽ തന്നെ വ്യക്തമാണ് ഇതിനകത്തുള്ള പല അഭിനയ മുഹൂർത്തങ്ങളും കുറേ ക്യാരക്ടർ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് നടക്കും എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുവരെയായിട്ടും കണ്ടത് ഒരു ഒരു പറയുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ക്രൈം നടക്കുന്നു, അതിൻ്റെ കുറ്റവാളി ആരാണെന്ന് എല്ലാവർക്കും അറിയാം, വ്യക്തമായിട്ട് തെളിഞ്ഞൊരു കാര്യമാണ്. ഇതിന് ശേഷമാണ് ശരിക്കും ഇതിനകത്ത് വിഷയം. സാധാരണ നമ്മൾ കാണാറുള്ളത് ഒരു കുറ്റവാളി അല്ലാത്ത ഒരാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, കുറ്റം അടിച്ചേൽപ്പിക്കുന്നു, അയാളെ രക്ഷിക്കാൻ വേണ്ടി ഒരാൾ വരുന്നു, അവിടെ ഒരു നമ്മുടെ മനസ്സിലേക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ വരുന്നു, അയാളെ രക്ഷിക്കുന്നു, അയാൾ ഹീറോ ആകുന്നു. ഇതാണ് സംഭവം. പക്ഷേ ഇത് ഓൾറെഡി ഒരു പ്രൂവ് ചെയ്തൊരു കേസ്. അതിനെ കോടതിയിലേക്ക് എത്തുമ്പോൾ അതിനെ അവർ പറഞ്ഞ പോലെ തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യണം. ഇരയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഈ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണിത്. പോലീസിൻ്റെ വരെ സപ്പോർട്ടുള്ള ഒരു സംഭവത്തിൽ ഇരയ്ക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കോടതിയിൽ തെളിവുകൾ സഹിതം പ്രൂവ് ചെയ്യണം. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റോറികളൊക്കെ ഈ സമീപകാലത്ത് കണ്ടു. പോലീസ് മനഃപൂർവ്വം തെളിവുകൾ ഉണ്ടാക്കുന്ന, ഇപ്പോൾ പോലീസിന് അറിയാം ഇതാണ് ഇയാൾ കുറ്റവാളിയാണെങ്കിൽ ഇയാൾക്ക് വലിയ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ ആരെങ്കിലും വരുന്നില്ല വരുന്നുണ്ടെങ്കിൽ പോലും പോലീസ് അത് കേസ് ക്ലോസ് ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള കുറേ തെളിവുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കി ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് ഈ സമീപകാല സിനിമകൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ വളരെ സാധാരണമായിട്ടൊരു സിനിമ, ഒരു ക്വാളിറ്റിയിലാണ്, അവർ ആ സ്ക്രിപ്റ്റിൽ തന്നെയാണ് ഡിപ്പെൻഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, കാര്യം അത്രയും പ്രൂവ്ഡ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സിനെയാണ് ജിത്തു ജോസഫിനെ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സിദ്ദിഖിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ പ്രത്യേകിച്ച് സിദ്ദിഖിനെ പറ്റി പറയാനൊന്നുമില്ല. ഏത് ക്യാരക്ടർ കൊടുത്താലും അത് കറക്റ്റായിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ ആ ക്യാരക്ടറിലേക്ക് പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരാളാണ് സിദ്ദിഖ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ സൗണ്ട് മോഡുലേഷൻ എല്ലാം പെർഫെക്റ്റാണ്. അതിലൊന്നും ഒരു കോംപ്രമൈസ് അയാൾ ചെയ്യാറില്ല. ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോഴും അത് വളരെ കണ്ണിങ് ആയിട്ടാണ് ഓരോ ക്യാരക്ടർ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ജഗദീഷിനെ ഞാൻ ഈ അടുത്ത കാലത്ത് വന്ന മാറ്റങ്ങൾ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചതിന് ശേഷമാണ് കുറച്ചും കൂടി അദ്ദേഹം ഈ ഫീൽഡിൽ നിന്നൊക്കെ മാറി നിന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു. ആ താടി വെച്ചുള്ള റോളുകളൊക്കെ ഒരു വരുമ്പോൾ തന്നെ ജഗദീഷിന് വളരെ വ്യത്യസ്തം. കാര്യം ജഗദീഷിന് ഇത്രയും കാലമായിട്ട് കണ്ടിരിക്കുന്നത് താടിയൊന്നും ഇല്ലാത്ത ഒരു റോളുകളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ താടി വെച്ചിട്ടുള്ള ഒരു റോളുകളെന്ന് പറയുമ്പോൾ വളരെ ആ താടി വെച്ച് അദ്ദേഹം നിൽക്കുമ്പോൾ തന്നെ ഒരു ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിട്ട് നമുക്ക് അത്രയും തോന്നും. കാര്യം ജഗദീഷ് ഇത്രയും കാലം നമ്മൾ കണ്ട ജഗദീഷിനേക്കാൾ ഒത്തിരി വ്യത്യസ്തമാണ് ഇപ്പോൾ എന്ന ജഗദീഷിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജഗദീഷ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ താടിയൊന്നുമില്ല. പക്ഷെ എന്നിട്ട് പോലും ഞാൻ പറയണത് അത്രയും ഒരു ഒരു ഇതായിട്ട് തോന്നി ശരിക്കും ജഗദീഷിനെ. ഒരു വേറൊരു മനുഷ്യനായിട്ട് അത്രയും കൃത്യമായിട്ട് അദ്ദേഹം ആ ക്യാരക്ടറിനെ പിടിച്ച് ചെയ്തു എന്നുള്ളത് രസകരമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമും അദ്ദേഹത്തിൻ്റെ അഭിനയവും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഈ സിനിമ അനശ്വര ശരിക്കും എനിക്ക് ഈ യുവ നടിമാരിൽ ഇനി വരാൻ പോകുന്ന ഇനി യങ് ജനറേഷൻ കയറി വരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടിയാണ് അനശ്വര ശരിക്കും. കാര്യം സൂപ്പർ ശരണ്യ ഞാൻ അന്ന് കണ്ടത്. ആ സമയത്ത് അത്യാവശ്യം എല്ലാ വേരിയേഷൻസിലൂടെ പോകുന്നൊരു നടി, അത്യാവശ്യം അത് പ്രൂവ് ചെയ്തൊരു നടിയാണ്. പക്ഷെ ആ റോള് ആർക്കും വേണമെങ്കിലും ചിലപ്പോൾ ചെയ്ത് ഫലിപ്പിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും കൂടി ഹ്യൂമറസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റായിരുന്നു സൂപ്പർ ശരണ്യ. അതിനുശേഷം ഈ പത്മിനി എന്ന് പറഞ്ഞൊരു സിനിമ, കുഞ്ചാക്കോൻ്റെ ഒരു സിനിമ ഇറങ്ങി. അപ്പോൾ അതിനുശേഷം ആ സിനിമയ്ക്കകത്ത് തന്നെ ക്ലൈമാക്സിൽ ഒരു കയ്യിൽ നിന്ന് ജസ്റ്റ് ഒരു സംഭവമുള്ളൂ, ഒരു ക്യാരക്ടർ പിടിച്ച് ചെയ്യാൻ മാത്രമുള്ള ഒരു റോളൊന്നുമില്ല. പക്ഷേ ചെറിയൊരു ലൗഡായിട്ടുള്ളൊരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ കുറച്ചൊരു എക്സാജറേഷൻ കാണിക്കേണ്ട ഒരു ക്യാരക്ടറിനെ ഒരു 2-3 മിനിറ്റ്സ് പോലും ഇല്ലാത്ത ആ ഒരു ക്യാരക്ടറിനെ അനശ്വര അത് അങ്ങനെ പ്രതിഫലിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നടിയുടെ ഒരു ഗ്യാരണ്ടി എന്താണെന്നുള്ളത്.
അപ്പോൾ അത് തന്നെ ഈ സിനിമയ്ക്കകത്ത് വരുമ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഒത്തിരി ആൾക്കാർ അനശ്വരനെ പൊക്കി പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അനശ്വരയുടെ രീതികളൊന്നും മനസ്സിലായത് ഈ കുറച്ച് ആ ഒരു 1-2 ക്യാരക്ടേഴ്സ് കൊണ്ട് തന്നെ അനശ്വരയുടെ റേഞ്ച് മനസ്സിലായതാണ്. ആ കൊച്ചി വളരെ നല്ല രീതിയിൽ ഒരു ഒരു എക്സെപ്ഷണൽ കേസായിട്ട് വളരെ രസകരമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കൊച്ചിയാണ് എൻ്റെ ത്രെഡ്. ആ കൊച്ചി അതിലൂടെയാണ് ഈ ക്യാരക്ടർ മൊത്തം ഒരു ഹുക്ക് ചെയ്ത് അതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ ഹുക്കെന്ന് പറയുന്നത്. പിന്നെ ഇവർ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഈ പറഞ്ഞാണ് ഈ സിനിമ നമ്മളോട് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സിനിമ നമുക്ക് എൻഗേജിങ് ആകണമെന്നുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളെ ഇവർ ഒരു ഹുക്കിലേക്ക് ഇടും. നമ്മൾ അതിലേക്ക് പിടിച്ചു പോകും. കാര്യം ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, നമുക്ക് ഏതൊരു കാര്യം നമുക്ക് എൻഗേജിങ് ആവണമെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് കയ്യിലേക്ക് ഇട്ട് തരുന്ന ഒരു ത്രെഡ് ഉണ്ട്. ആ ത്രെഡിൽ നമുക്ക് പിടിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ആ ത്രെഡിന് അത്ര സ്ട്രെങ്ത് ഉണ്ടാകണം. നമ്മൾ പിടിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ആ ഒരു ത്രെഡ് ഫസ്റ്റിൽ തന്നെ ഇട്ട് തരുന്നു. ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ട് ഈ സിനിമയ്ക്കകത്ത് മോഹൻലാൽ വേണം എന്നുള്ളത് ആ ഫസ്റ്റിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ആ ഹുക്കിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ബാക്കി ഓഫ് കോഴ്സ് ലാലേട്ടനൊക്കെ വരുന്ന എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ ഒത്തിരി നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇവൻ മമ്മൂക്കാട് ഉൾപ്പെടെ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ലാലേട്ടനെ കാണിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു കൈയടിയുണ്ട് ആൾക്കാർ. ഞാനിപ്പോൾ ദുബായിലാണ് സിനിമ കണ്ടത്. എന്ത് കൈയടി! ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു തിയേറ്റർ ഫുൾ നിറഞ്ഞിരിക്കുന്ന ഒരു കൈയടി ഞാൻ കണ്ടിട്ടില്ല. കാര്യം അത്രയും ആൾക്കാർ ആഗ്രഹിച്ചതാണോ അത് ഇത് എന്താ പറഞ്ഞത്, ലാലേട്ടൻ ഫാൻസാണോ ഇത് കയറിയിരുന്ന് കാണുന്നത്, അല്ലെങ്കിൽ അത്ര ആൾക്കാർ ലാലേട്ടൻ ഇഷ്ടമാണോ? അതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യം. അത്രയും വലിയൊരു കൈയടിയാണ് കിട്ടിയത്. ലാലേട്ടൻ്റെ ഓരോ സീനുകൾക്കും കിട്ടുന്നൊരു കൈയടി. പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടനകത്ത് അഭിനയിക്കുന്നില്ല, നമുക്കറിയാം. ലാലേട്ടൻ്റെ ഒരു അഭിനയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാൻ കൊതിയാവുന്നു ഇപ്പോൾ. കാര്യം അദ്ദേഹം എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പം നമുക്ക് കുറച്ച് നാളായിട്ട് അത് മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം നമ്മൾ കുറേ നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല സിനിമകൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് തോന്നിയാൽ, പക്ഷേ അദ്ദേഹത്തിന് മിസ് ചെയ്തത് ഈ കഴിഞ്ഞ 1-2 വർഷത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം കാണാനായിട്ട് കൊതിക്കുമായിരുന്നു. ഏതായാലും ജിത്തു ജോസഫ് അങ്ങനെ ഒരാളെ നമുക്ക് തിരിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയം എവിടെയും പോയിട്ടില്ല എന്നുള്ളത് തിരിച്ച്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിൻ്റെ ഒരു റോളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഗണേഷ് കുമാറിന് സിനിമ ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ ഗണേഷ് കുമാറിന് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച സമയത്താണ് ലാലേട്ടൻ്റെ ഏകദേശം 20 ദിവസം അല്ലെങ്കിൽ 1 മാസം വേറൊരു സിനിമയുടെ ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് ഗണേഷ് കുമാറിന് സമയം കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന് ഈ സിനിമയിൽ അഭിനയിപ്പിച്ചത്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ സിനിമയ്ക്കകത്ത് ഗണേഷ് കുമാറിൻ്റെ ക്യാരക്ടറിന് ഒരു റീപ്ലേസ്മെൻറ്റും നടക്കില്ല. അത് അത്രയും വ്യക്തമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷേ അത് വ്യക്തമാണ്. പിന്നെ ഒരു കേക്ക് വാക്ക് പോലെ ഈ ക്യാരക്ടർ ചെയ്തത് ഈ ശാന്തി ദേവി, അവരുടെ ഇതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ, അവരുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ആ ക്യാരക്ടർ അവർ വളരെ ഈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറിന് കുറച്ചും കൂടിയൊക്കെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ കൊടുത്ത് ഒരു പരീക്ഷണം പോലെയൊക്കെ അവർക്ക് ചെയ്തെടുക്കാമായിരുന്നു. എങ്കിൽ പോലും ആ ക്യാരക്ടർ നല്ലതാണ്. ആ ക്യാരക്ടറിന് ഒരു സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് അവർ വെറുതെ നിന്ന് പെർഫോം ചെയ്ത് ആ ക്യാരക്ടർ ഓടിപ്പോയിട്ടുണ്ട്. പക്ഷേ അവർക്ക് കുറച്ചും കൂടിയൊക്കെ അതിനകത്ത് ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നി. പിന്നെ അവർക്കൊരു വലിയ രീതിയിൽ അഭിനയിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ചെയ്യുന്ന സംഭവം അല്ലാണ്ട് ഒരു വലിയ രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നൊരു നടിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും അവരുടെ ഈ സ്ക്രിപ്റ്റിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് അവരത് ഈസി ആയിട്ടത് ചെയ്തു പോയി. പിന്നെ ഇതിൻ്റെ ഒരു ഒരു സിനിമയ്ക്ക് ഒരു കൺവിക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ദൃശ്യത്തിലെ പോലെ തന്നെ ഒരാളെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ എനിക്ക് ഈ സംഭവം ഈ ക്യാരക്ടറിൻ്റെ ഫേസ് കണ്ടപ്പോൾ മറ്റേ അരുൺ പ്രഭാകർ എന്ന് പറഞ്ഞ ദൃശ്യത്തിലെ ആ ഒരു കൺവിക്റ്റിൻ്റെ മോഹൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയി. കാര്യം ഏകദേശം അതേപോലെ തന്നെ ഒരു ആളാണ്. എനിക്ക് ഈ ചെക്കനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇതിനകത്തുള്ള ചെക്കനെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇവർ രക്ഷാധികാരി ബൈജു സിനിമയ്ക്കകത്തുള്ള ചെക്കനാണെന്ന് തോന്നുന്നു. ഇവരെ ഞാനന്ന് ട്രെയിനിൽ വെച്ച് കണ്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇയാളറിയാം. അപ്പോൾ കറക്റ്റായിട്ട് ജിത്തു ജോസഫ് ഇങ്ങനെയുള്ള റോളുകൾ വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ കൺവിൻസിങ് ആകുന്ന ഒരാളെയാണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത്. വെറുതെ ഒരു തെരുവിലൂടെ നടക്കുന്ന ഒരാളെയൊന്നുമല്ല. അത് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് ജിത്തു ജോസഫ് വളരെ വൃത്തിക്ക് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ത്രൂ ഔട്ട് പോകുന്നത് നല്ലൊരു എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ സിനിമ പോകുന്നു. എങ്ങനെ പോയാലും ആ സിനിമ വിജയിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമാക്സ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ക്ലൈമാക്സ് ആയപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ ഒന്ന് എൻഹാൻസ് ചെയ്തു ഈ സിനിമേനെ. അത് മ്യൂസിക്കലി, അതിൻ്റെ സ്റ്റോറി ബേസിലി അദ്ദേഹത്തിന് ഒരു ഇമോഷണൽ സീൻസൊക്കെ വന്നു. ഭയങ്കര രസകരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്.
പിന്നെ നമുക്ക് സമൂഹത്തിന് കിട്ടുന്ന ഒരു മെസ്സേജ് പോലെ നമുക്ക് ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മൊത്തം അത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടോടുകൂടി ജിത്തു ജോസഫ് അതിനെ ഹൈലൈറ്റ് ചെയ്തു അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്തു. സിനിമ കണ്ടിറങ്ങുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സ് നിറയും. അങ്ങനെ ഒരു ഫീല് കിട്ടുന്നൊരു അങ്ങനെ റെയറായിട്ടുള്ള മൂവീസേ ഉള്ളൂ. കാര്യം നമ്മൾ ആ സിനിമയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിയാണ്ട് നമ്മൾ കൈയടിച്ചു പോകും. അത്ര ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാണ്ട് കൈയടിച്ചു പോകുന്ന, ഇമോഷണലി നമ്മൾ കണക്റ്റായി പോകുന്ന, നമ്മൾ പോലും അറിയാണ്ട് നമ്മളെങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിടുന്നതായിട്ട് നമുക്കത് മനസ്സിലാവും. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശരീരത്തിലോ നമ്മുടെ മനസ്സിലോ നമ്മുടെ മുഖത്തൊക്കെ എന്താണ് സംഭവിക്കണം എന്നുള്ളത്. അത്രയും നല്ല രീതിക്ക് ഈ സ്ക്രിപ്റ്റ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു 70-80% കോടതി തന്നെയാണ് ഒരു റിയലിസ്റ്റിക് കോടതിയായിട്ടും അതേസമയം ഒരു സിനിമാറ്റിക് കോടതിയായിട്ട് ഇവരത് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് ബോറടിക്കും. അപ്പോൾ അതിൽ ഒരു ഡയറക്ടറുടെ ബ്രില്യൻസ് ജിത്തു ജോസഫ് വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. ജിത്തു ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ്റെയും ഒരു എഴുത്തുകാരൻ്റെയും ഇത്ര രസകരമായിട്ടാണ് അയാൾ ഈ പടത്തെ പിടിച്ചിരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര എൻഗേജിങ് ആയിട്ടുള്ളത്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് നമുക്ക് ഫീൽ ചെയ്യിച്ചു തരുന്ന രീതിയിലുള്ള BGM ഉണ്ട്, അതിന് രീതിയിലുള്ള പഞ്ച് ഡയലോഗുകളുണ്ട്. നമ്മൾ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. വലിയ സസ്പെൻസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും എന്തൊക്കെയോ ഒരു സംഭവം നടക്കാൻ പോകുന്നുള്ളൊരു ഫീല് നമുക്ക് ആ സ്ക്രിപ്റ്റിലുടനീളം നമുക്ക് തരുന്നുണ്ട്. അതിൽ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഡയറക്ടർ സമ്മതിച്ചിരിക്കണം, അത് ഒരു സംശയമില്ല. ജിത്തു ജോസഫിൻ്റെ ഒരു സിനിമയാണെങ്കിൽ ഉറപ്പാണ് നമുക്ക് കണ്ണടച്ച് ടിക്കറ്റ് എടുക്കാം. അതിലത്തെ ആരഭിനയിച്ചാലും ഇല്ലെങ്കിലും ശരി, അതിനത്ര മിനിമം ഗ്യാരണ്ടി അയാളുണ്ട്. അത് ഒരു സംശയമില്ല. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഡയറക്ടറുമാണ് ഈ കാലഘട്ടത്തിൽ എനിക്ക് പേഴ്സണലായിട്ട് ജിത്തു ജോസഫിനെ തോന്നിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ഇതിനകത്ത് ജഡ്ജിയായിട്ട് വന്ന ഒരാളാണ്. കാര്യം ഈ സിനിമ പോകുന്നത് ഒരു വളരെ സീരിയസ് ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് സിനിമ പോകുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജി, നമ്മൾ പല ഹ്യൂമറായിട്ടുള്ള കുറേ ജഡ്ജിമാരെ ഈ സമീപകാല സിനിമകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് പറ്റുന്ന ഒരാളെ ആയിരിക്കണം ജഡ്ജിയായിട്ട് കാണിക്കേണ്ടതെന്നുള്ള ജിത്തു ജോസഫിൻ്റെ ബ്രില്യൻസിനെ അംഗീകരിച്ചിരിക്കുന്നു. ജഡ്ജിയായിട്ടിരിക്കുന്ന ആൾക്ക് പക്ക പ്രൊഫഷണലിസം, അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ആ സൗണ്ട് മോഡുലേഷൻസൊക്കെ, അദ്ദേഹം ചുണ്ടനക്കുന്നത് പോലും അത്രയും ഒരു കണ്ണിങ് ആയിട്ടുള്ളൊരു ജഡ്ജിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. അത് ഈ സിനിമയ്ക്കകത്ത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു കറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പോകുന്ന ഒരു സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരാൾ അത്യാവശ്യമാണ്. അത് കറക്റ്റായിട്ട് ജിത്തു ജോസഫിൻ്റെ ബ്രില്യൻസിനെ സമ്മതിച്ചിരിക്കുന്നു. ടോട്ടലി പറയുമ്പോൾ ലാലേട്ടൻ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന റോളുകളൊക്കെ എന്ന് പറയുന്നത്, അദ്ദേഹം കൊടുക്കുന്ന സൗണ്ട് മോഡുലേഷൻസ്, അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസൊക്കെ ഭയങ്കര രസകരമാണ്. അദ്ദേഹം സൂക്ഷ്മമായിട്ട് അങ്ങനെ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. അദ്ദേഹം കുറച്ചും കൂടി ഒരു എക്സാജറേഷനുള്ള റോളുകൾ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട റോളുകളൊക്കെ വരുമ്പോൾ ചെറിയ മുഖത്തിൻ്റെ ചലനങ്ങളും ചുണ്ടിനും അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജും കൊണ്ട് ലാലേട്ടൻ ഒത്തിരി വിസ്മയിപ്പിക്കുന്നതാണ്. അതാണ് ശരിക്കും ലാലേട്ടൻ മാജിക് എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും അത് തോന്നിയല്ല. ലാലേട്ടൻ ഒരേ സമയം വെറുതെ നിൽക്കുന്ന പോലെ തോന്നുമെങ്കിലും പക്ഷെ അതിലത്തുകൂടെ കൺവേ ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ലാലേട്ടനിലൂടെ. ലാലേട്ടനെ വെറുതെ സ്ക്രീനിൽ കാണിക്കുമ്പോഴും ജസ്റ്റ് 1-2 സീൻസിലൂടെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ പോലും അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. അതാണ് ശരിക്കും ലാലേട്ടൻ മാജിക് എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പ്രിയാമണി ഓൾറെഡി പ്രൂവ് ചെയ്തൊരു ആക്ട്രസ്സാണ്. അവർ എല്ലാ ലാംഗ്വേജിലും തിളങ്ങിയിരിക്കുന്നതാണ്. പിന്നെ ലാലേട്ടനെ പോലെ സിദ്ദിഖിൻ്റെ മോളായിട്ട് വരുന്നത്. അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാളുടെ എതിർവശത്ത് നിൽക്കുമ്പോൾ ഉള്ള നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കട്ടയ്ക്ക് അടിച്ചിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി. അതെന്തായാലും ഈ ഗീവ് ആൻഡ് ടേക്ക് പോലെ ഭയങ്കര രസകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് സൂപ്പർവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഒരു ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ലാലേട്ടൻ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന റോളുകൾ കാണാൻ ഭയങ്കര രസകരമാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ ചലനങ്ങളും എക്സ്പ്രഷൻ കൊണ്ടിങ്ങനെ നിറഞ്ഞ് ആ ചെറിയ ഡബിങ്ങിലൊക്കെ നമുക്ക് ചെറിയ സൗണ്ട് മോഡുലേഷനൊക്കെ കാണിക്കുന്നത് പോലും ഈ സിനിമയുടെ ആ ഒരു ഫീലിനെ നമുക്ക് ഫുൾഫിൽ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്ത് അതിലേക്ക് എൻഗേജായിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കുന്നൊരു വളരെ നല്ല സ്ക്രിപ്റ്റാണ്. എല്ലാ ആൾക്കാരും കാണുന്നൊരു സ്ക്രിപ്റ്റാണ്. എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റാണ്. ഒരു ക്വാളിറ്റി സ്ക്രിപ്റ്റാണ്. എല്ലാവരുമായിട്ടും കണക്റ്റ് ആവും. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളുമായിട്ടും ഈസി ആയിട്ട് കണക്റ്റ് ആവും. ഒരു നല്ല ഒരു സിനിമ ഇറങ്ങിയ ഒരു ഫീല് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും. അത് 100% ഗ്യാരണ്ടിയാണ്. അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ശരി.